ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമുക്ക് നോഹയുടെ ഒരു കഥ കേട്ടാലോ? ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങിയപ്പോൾ അവർ ദൈവത്തെ മറന്ന് ദുഷ്ടത പ്രവർത്തിക്കാൻ തുടങ്ങി. ആ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു നല്ല മനുഷ്യനായിരുന്നു നോഹ. മനുഷ്യന്റെ ദുഷ്ടത കണ്ട ദൈവം ഭൂമിയിലുള്ള മനുഷ്യരെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു. ദൈവം നോഹയുമായി സംസാരിച്ചു. ദൈവം പറഞ്ഞു, നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. അതിൻ്റെ നീളവും അളവുമൊക്കെ എങ്ങനെ ആയിരിക്കണമെന്നും പറഞ്ഞു. മാത്രമല്ല, ഈ ജനത്തോട് നീ പറയണം, ദൈവം ഭൂമിയെ ന്യായം വിധിക്കാൻ പോവുകയാണ്. കാരണം മനുഷ്യന്റെ ദുഷ്ടത അത്രമാത്രം വർദ്ധിച്ചു. അതുകൊണ്ട് നീ ഉണ്ടാക്കുന്ന പെട്ടകത്തിൽ ആരൊക്കെ കയറുമോ അവർ രക്ഷ പ്രാപിക്കും. ഈ വിഷയം നോഹ ജനത്തെ അറിയിച്ചു. എന്നാൽ ആരും അത് കൂട്ടാക്കിയില്ല. കാരണം മഴ പെയ്താണ് ഭൂമി നശിക്കാൻ പോകുന്നത്. അതും ആരും ചെവിക്കൊണ്ടില്ല. ദൈവകൽപ്പന പ്രകാരം 40 രാവും 40 പകലും മഴ പെയ്തു. ദൈവകൽപ്പന അനുസരിച്ച നോഹയും കുടുംബവും മാത്രം പെട്ടകത്തിൽ കയറി രക്ഷപ്പെട്ടു. ബാക്കി എല്ലാവരും ന്യായവിധിയുടെ വെള്ളത്തിൽ മുങ്ങിച്ചത്തു. അനുസരണക്കേടിന്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നു. അതുകൊണ്ട് മുന്നറിയിപ്പുകളെ അവഗണിക്കാതെ നമുക്കും ദൈവകൽപ്പന അനുസരിക്കാം. ദൈവനാമം വാഴ്ത്തവിടുമാറാകട്ടെ.